ഹലോ ഗിരീഷേട്ടാ. ആ ദേവിക ഇപ്പൊ എവിടെയാ? മിനിസ്റ്റർ ഒന്ന് കാണാൻ വന്നതാ, നന്ദുന്റെ കാര്യത്തിന് വേണ്ടി. അല്ല, വീണ്ടും മന്ത്രി രാധാകൃഷ്ണനെ കാണാൻ പോയോ? അന്ന് പോയ കഥ കേട്ടപ്പോ അയാളുടെ മുഖം അടിച്ചൊന്ന് കൊടുക്കാനാ തോന്നിയത്. പക്ഷേ ഇന്ന് സ്വഭാവത്തിൽ അല്പം മാറ്റമുണ്ട്. ഓ, നമുക്ക് അനുകൂലമായിട്ടാ സംസാരിച്ചത്. എന്തായാലും അച്ഛൻ സിഎമ്മിനെ കാണാൻ മറ്റു ചില വഴികളൊക്കെ നോക്കുന്നുണ്ട്. ഗിരീഷേട്ടൻ എന്തിനാ വിളിച്ചേ? അതെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ ദേവിക ടെൻഷനാവരുത്. എന്താ ഗിരീഷേട്ടാ? പ്രകാശ് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആണോ? പേടിക്കണ്ട, അവനിപ്പോ വലിയ മര്യാദക്കാരനായിട്ടൊക്കെയാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അവിടെ വന്നോ അയാള്? അതെ, ഒരു പാവത്താനെ പോലെയൊക്കെയാ സംസാരിച്ചത്. അതിനിപ്പോ അഭിനയമാണോ യാഥാർത്ഥ്യമാണോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. എന്തായാലും രജനി അമ്മയൊക്കെ ഇപ്പൊ അവന്റെ ഫാനാ. അല്ല ഗിരീഷേട്ടാ, പ്രകാശിന്റെ ശിക്ഷയുടെ കാലം ഇനിയും കഴിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, പരോളിൽ ഇറങ്ങിയതാന്നാ പറഞ്ഞത്. ഇവിടുന്ന് ആഹാരമൊക്കെ കഴിച്ചു. നന്ദനെ കാണാനില്ലാത്തതിൽ വല്ലാതെ വിഷമിക്കുകയൊക്കെ ചെയ്തു. നന്ദനെ അന്വേഷിക്കാൻ നമ്മുടെ കൂടെ കൂടണമെന്നൊക്കെ അവൻ ആഗ്രഹമുണ്ടത്രേ. അല്ല, അങ്ങനൊരു ക്രിമിനലിനെ എന്തിനാ ഗിരീഷേട്ടാ വീട്ടിൽ കയറ്റിയത്? ഞാൻ തല്ലു കൊടുത്ത് പിടിച്ചിറക്കി വിട്ടതാ. പക്ഷെ അവന്റെ കരച്ചിലും കാലുപിടുത്തവും ഒക്കെ കണ്ട അമ്മയുടെ മനസ്സറിഞ്ഞു. പിന്നെ എനിക്കെന്തോ നല്ല സംശയമുണ്ട്, ഒക്കെ അവന്റെ അഭിനയമാണോ സത്യമാണോ എന്നുള്ള കാര്യത്തിൽ. എനിക്കെന്തോ പേടി തോന്നുന്നു ഗിരീഷേട്ടാ. ദേവിക വിഷമിക്കണ്ട, അവനെന്തായാലും സ്ഥലം വിട്ടിട്ടുണ്ട്. പിന്നെ അവൻ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു. എന്താ ഗിരീഷേട്ടാ? മീരെ കൊന്നത് അവനല്ലാന്ന്. അവന്റെ പറച്ചിൽ കേട്ട ആരായാലും വിശ്വസിച്ചു പോകും. അത്ര തന്മയത്വമായിട്ടാ അവതരിപ്പിക്കുന്നത്. അവൻ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. കള്ളക്കഥകൾ പറയുന്ന എന്തിനാ വെറുതെ കേട്ടു നിൽക്കുന്നത്? പരോൾ എത്ര ദിവസമാണെന്ന് എന്തെങ്കിലും പറഞ്ഞോ? 10-15 ദിവസമായെന്ന് തോന്നുന്നു. എനിക്കെന്തോ ഒരു പേടിയും ദുസ്സൂചനയും ഒക്കെ തോന്നുന്നു ഗിരീഷേട്ടാ. ഞാൻ പറഞ്ഞല്ലോ, ഒരു പേടിയും വേണ്ട. ഇനിയിപ്പോ നേരിട്ട് വന്ന് കണ്ട ഒന്ന് കരുതിയിരിക്കണമല്ലോ എന്ന് കരുതി പറഞ്ഞേ ഉള്ളൂ. ശരി ദേവിക, ഞാൻ വിളിച്ചോളാം. ശരി. ദേവിക, ഗിരീഷേട്ടൻ എന്തിനാ വിളിച്ചേ? മുരളേട്ടാ, ആ പ്രകാശ് മേനോൻ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്ന്. അപ്പോ അവൻ പരോള് കിട്ടി ഇറങ്ങിയെന്നാ പറഞ്ഞത്. ഇപ്പോ ഗിരീഷേട്ടന്റെ വീട്ടിലുണ്ട്. അവൻ എന്തിനാ അങ്ങോട്ടേക്ക് ചെന്നത്? പിന്നെ എവിടെ പോവാനാ? ഗിരീഷേട്ടൻ ഇറക്കി വിടാനൊക്കെ നോക്കിയെന്ന്. പക്ഷെ ഒരു പാവത്തിനെ പോലെ കരയും സങ്കടപ്പെടുകയൊക്കെ ചെയ്തെന്നാ പറഞ്ഞത്. എല്ലാ അഭിനയമായിരിക്കും. ഇനി അടുത്ത പണിയായിട്ടായിരിക്കും അവന്റെ വരവ്.